വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. പണ്ടുള്ളവർ എല്ലാ ദിവസവും പേരയ്ക്ക കഴിക്കാൻ പറയുമായിരുന്നു. ഇത് സത്യമാണ്. കാരണം അതീവ രുചികരമായ ഭക്ഷണം ധാരാളം പോഷകങ്ങളാൽ സമ്പന്നമാണ്. ആയതിനാൽ തന്നെ ഇതിനെ പഴങ്ങളുടെ രാജ്ഞി എന്ന് വിളിക്കുന്നതിലും അതിശയോക്തിയില്ല. അത്ര ജനപ്രിയമല്ലാത്ത ഈ പഴത്തിന് പലരും ഇഷ്ടപ്പെടുന്ന സവിശേഷമായ രുചിയും ഘടനയുമുണ്ട്. ആരോഗ്യ ഗുണങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന കാര്യം പരിഗണിക്കുമ്പോൾ ഒഴിവാക്കാനാവാത്ത ഒരു ഉത്തമ ഫലമാണ് പേരയ്ക്ക. ഇവ നൽകുന്ന ഗുണങ്ങളെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം ഈ പഴം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും നിങ്ങൾ അത് കഴിക്കാൻ ശ്രമിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഒരു ദിവസം ഒരു പേരയ്ക്ക കഴിക്കുന്ന ഡോക്ടറിനെ അകറ്റി നിർത്തുന്നു. ഇത്രയും കാലം നിങ്ങൾ പേരയ്ക്കയെ അവഗണിക്കുമായിരുന്നുവെങ്കിൽ ഈ അത്ഭുത ഫലം അർഹിക്കുന്ന ശ്രദ്ധ നൽകേണ്ട സമയമാണിത്. പേരയ്ക്കയുടെ അതിശയമായ നേട്ടങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. പോകാം വീഡിയോയിലേക്ക്. ജേണൽ ഓഫ് ബയോളജിക്കൽ റെഗുലേറ്റേഴ്സ് ആൻഡ് ഹോമിയോസ്റ്റാറ്റിക് ഏജൻസി പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ മോശം ബാക്ടീരിയകളെയും നിങ്ങളുടെ ശരീരത്തിലെ വൈറസുകളെയും നശിപ്പിക്കുന്ന ആന്റി മൈക്രോബിയൽ ഗുണങ്ങൾ പേരയ്ക്കയിൽ ഉണ്ടെന്ന് കണ്ടെത്തി. ഓരോ 100 ഗ്രാം പേരയ്ക്കയിലും 18 ഗ്രാം ഗുണകരമായ ധാതുക്കൾ അടങ്ങിയിട്ടുണ്ടെന്ന് ശാസ്ത്രം പറയുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ കഴിയുന്ന പൊട്ടാസ്യം വാഴപ്പഴത്തിനുള്ളതിനേക്കാൾ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് പേരയ്ക്കയിലാണ്. പേരയ്ക്കയിൽ 21% വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിന് തിളക്കം നൽകാൻ ഏറെ സഹായകരമാണ്. ഫൈബർ, വൈറ്റമിൻ സി എന്നിവയുടെ സമൃദ്ധമായ ഉറവിടം കൂടിയാണ് പേരയ്ക്ക. ഇത് ആരോഗ്യകരമായ ഗർഭധാരണത്തിന് മാത്രമല്ല ആരോഗ്യകരമായ ഭ്രൂണ വളർച്ചയ്ക്കും സഹായിക്കുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഓറഞ്ചിൽ കാണപ്പെടുന്ന വൈറ്റമിൻ സിയുടെ അളവിനേക്കാൾ 4 ഇരട്ടി പേരയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും നല്ല കാഴ്ചശക്തി നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. അതിനോടൊപ്പം തന്നെ ജലദോഷവും മറ്റെന്തെങ്കിലും വൈറൽ അണുബാധകളും തടയാനും സഹായകരമാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവും പ്രമേഹവും നിയന്ത്രിക്കാൻ പേരയ്ക്ക സഹായിക്കുന്നു. പൈനാപ്പിളിനേക്കാൾ 4 ഇരട്ടി ഫൈബർ ഘടകമാണ് പേരയ്ക്കയിൽ അടങ്ങിയിരിക്കുന്നത്. പേരയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന ഫൈബറുകൾ ദഹന വ്യവസ്ഥയും ശക്തിപ്പെടുത്തുന്നു. ഇത് മലബന്ധം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും മോചനം നൽകുന്നു. ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടാനും പേരയ്ക്ക സഹായിക്കുന്നു. ഇതിലൂടെ ഹൃദ്രോഗം തടയുന്നതിന് ഗുണകരമായി മാറുന്നു. പേരയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ കാഴ്ചശക്തി മികച്ച രീതിയിൽ നിലനിർത്തുന്നതിന് നിർണായകമായ പങ്ക് വഹിക്കുന്നു. തിമിരം, മാക്യുലർ ഡീജനറേഷൻ എന്നിവയിൽ നിന്ന് നിങ്ങളെ അകറ്റി നിർത്താനും പേരയ്ക്ക കഴിക്കുന്നത് സഹായിക്കുന്നു. മഗ്നീഷ്യവും പേരയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന ധാതുവാണ്. ഇത് പേശികൾക്കും ഞരമ്പുകൾക്കും ഉപകാരപ്രദമായ ഒരു നിർണായക ഘടകമാണ്. അതുകൊണ്ട് തന്നെ കഠിനമായ വ്യായാമത്തിന് ശേഷമോ ഓഫീസിൽ നീണ്ട ജോലിക്ക് ശേഷമോ ഒരു പേരയ്ക്ക കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ വരെ നമ്മൾ പേരയ്ക്കയുടെ ഗുണങ്ങളാണ് പറഞ്ഞത്. എന്നാൽ പേരയില നിസ്സാരക്കാരനല്ല. ഗുണങ്ങൾ കേട്ടാൽ അതിലും അമ്പരക്കും. പേരയ്ക്ക മരം ആകെ തന്നെ ഏറെ ഔഷധ ഗുണമുള്ളവയാണ്. അതിൽ പേരയിലയുടെ ഔഷധ ഗുണങ്ങൾ ഏറെയുമാണ്. എന്നാൽ ഇത് പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. മുറ്റത്തൊരു പേരമരം ഉള്ളപ്പോൾ നാം അതിന്റെ ഗുണങ്ങളെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല. പേരയ്ക്ക കൊണ്ടുള്ള ഗുണങ്ങൾ നമ്മളിൽ പലർക്കും അറിയാമായിരിക്കും. എന്നാൽ പേരയിലയിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? പേരയില വയറിളക്കം നിർത്താൻ സഹായിക്കും. പേരയില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ മതി. കൊളസ്ട്രോളിന് പരിഹാരം. പേരയില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കും. ശരീരഭാരം കുറയ്ക്കാനും ഇത് സഹായിക്കും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ പേരയില സഹായിക്കുന്നു. വെറും വയറ്റിൽ കുടിക്കുന്നതായിരിക്കും ഉത്തമം. ഭക്ഷണത്തിന് ശേഷവും പേരയില ഇട്ടുള്ള ചായ കുടിച്ചാൽ മതിയാകും. പല്ലുകളുടെ ശക്തിക്ക് പേരയില നല്ലതാണ്. നല്ല തളിരില വായിലിട്ട് ചവയ്ക്കുന്നത് ദന്താരോഗ്യം മെച്ചപ്പെടുത്തും. സ്ത്രീകൾക്ക് ആർത്തവ സമയത്തെ വേദന കുറയ്ക്കാനും പേരയിലയ്ക്ക് സാധിക്കും. പേരയിലയുടെ സത്ത് അല്പം കഴിക്കുന്നത് ആർത്തവ സമയത്തെ വേദനയെ ലഘൂകരിക്കും. പേരയിലയുടെ സത്തിൽ ക്യാൻസർ വിരുദ്ധ ഫലമുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയാനും പേരയ്ക്ക സത്തിന് കഴിയും. ശരിയായ ഉറക്കം പ്രദാനം ചെയ്യാനും പേരയില നല്ലതാണ്. പേരയില ഇട്ട് കുടിക്കുന്ന ചായ നല്ല ഉറക്കം സമ്മാനിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഈ നല്ല അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.